എത്തിക്കഴിഞ്ഞു. 1064 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് മുന്നിൽ. വരവൂർ പഞ്ചായത്താണ് എണ്ണുന്നത്. വരവൂർ ശക്തി കേന്ദ്രമാണ് LDFന്റെ. അവിടെയാണ് ഇപ്പോൾ ഒന്നാം റൗണ്ട് എണ്ണുന്നത്. അവിടെയാണ് ലീഡ്. ചേലക്കരയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. 1064 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് രമ്യ ഹരിദാസിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതെ, വരവൂർ പഞ്ചായത്താണ് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ്. 1 മുതൽ 14 ബൂത്തുകളിലെ കൗണ്ടിംഗ് ആണ് പുരോഗമിക്കുന്ന. അവിടുന്നുള്ള ഫലസൂചനകൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഒരു അട്ടിമറിയുടെ സൂചന ചേലക്കരയിൽ ഇല്ല എന്ന സൂചനയാണോ? നമുക്ക് വിലയിരുത്താറായില്ല. അല്പം കൂടി കാത്തിരിക്കാം. 1064 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ പഞ്ചായത്തുകളും LDFന് അനുകൂലമാണ്. ചേലക്കരയിൽ അങ്ങനെ വരുമ്പോൾ അത്ഭുതകരമല്ല. UR പ്രദീപിന് ലീഡ് നിലനിർത്തിയേ പറ്റുകയുള്ളൂ. ചേലക്കരയിലെ വരവൂർ പഞ്ചായത്തിൽ അവിടുന്നുള്ള ആദ്യ സൂചന 1064 വോട്ടുകൾക്ക്. ഇത് മതിയാകുമോ ലീഡ് നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിലെ ആദ്യ ലീഡ് നില അല്പസമയത്തുള്ളിൽ വരും. എത്ര വോട്ടുകളുടെ ലീഡ് നേടുവാൻ BJPക്ക് കഴിയും? ലീഡ് കുറയുമോ? ഈ ശ്രീധരൻ 2000-ലേറെ വോട്ടുകൾക്ക് ആദ്യ റൗണ്ടിൽ ലീഡ് പിടിച്ചതാണ് 2021. അത് ആവർത്തിക്കുവാൻ കഴിയുമോ? C കൃഷ്ണകുമാറിന് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ആദ്യ 14 ബൂത്തുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തപാൽ വോട്ടുകളുടെ എണ്ണത്തിൽ 87 വോട്ടുകൾക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. യെസ്, അതാണ് പാലക്കാടിൽ EVM മെഷീന്റെ ഫലങ്ങൾ വരാനുണ്ട്. ചേലക്കരയുടെ വേഗത്തിലുള്ള അപ്ഡേഷൻ പാലക്കാട് നടക്കുന്നില്ല. അതാണ് ചിത്രം. പാലക്കാട് തപാൽ ഹോം വോട്ടുകളിൽ 87 വോട്ടുകളുടെ ലീഡുമായി BJP തന്നെയാണ് മുന്നിലാണ്. ഇനി വരാൻ പോകുന്ന EVM മെഷീനുകളാണ് 1 മുതൽ 14 ബൂത്തുകൾ വരെ എണ്ണുന്നു. അതായത് പാലക്കാട് നഗരസഭയുടെ നോർത്ത് ഭാഗം ഉൾപ്പെടുന്ന 1 മുതൽ 14 ബൂത്തുകളാണ്. 104 ബൂത്തുകളാണ് ആകെ നഗരസഭാ പരിധിയിൽ വരുന്നത്. ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ നിർണായകമാണ്. BJP അവരുടെ മേധാവിത്വം നിലനിർത്തണം. കഴിഞ്ഞ തവണ ആദ്യ റൗണ്ടിൽ 3658 വോട്ടുകൾ BJP സമാഹരിച്ച ഇടത്ത് ഇത്തവണ ആ വോട്ട് നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുവരെയും പാലക്കാട് അപ്ഡേഷൻ വേഗത്തിൽ വരുന്നില്ല. 87 വോട്ടുകൾ എന്ന തപാൽ വോട്ടുകളുടെ കണക്കുകൾ മാത്രമാണ് പാലക്കാട് നിന്നും വരുന്നത്. പാലക്കാട് നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യ EVM ഫലസൂചനയാണ്. എങ്ങനെയാണ് പാലക്കാട് എന്ന് പറയുന്നത്? കൽപ്പാത്തി കൂടി ഉൾപ്പെട്ട പ്രദേശത്താണ് അല്ലെ? ആദ്യ റൗണ്ട് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഈ 4 ബൂത്തുകളും വരുന്നത് കൽപ്പാത്തിയിലാണ്. അത് കഴിഞ്ഞ് കുമരപുരം. അങ്ങനെയുള്ള ആദ്യ 14 ബൂത്തുകൾ വരുമ്പോൾ BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആണത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥിയുടെ വീടിരിക്കുന്ന മേഖലകൾ കൂടിയാണ് ആ മേഖലയിൽ ഉൾപ്പെടുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് BJPക്ക് എല്ലാ അർത്ഥത്തിലും ആദ്യ റൗണ്ടിൽ തന്നെ ലീഡ് നിലനിർത്തിയേ പറ്റൂ. പിന്നോട്ട് പോയാൽ അതൊരു വലിയ തിരിച്ചടി സൂചനയായി തന്നെ കാണേണ്ടി വരും. ആദ്യ റൗണ്ടിന്റെ സൂചനകൾ എന്ത്? 87 വോട്ടുകളായി തപാൽ വോട്ടുകളുടെ ലീഡ് നിലയിൽ മാറ്റം വരുന്നു. പാലക്കാട് ചിത്രം അതാണ്. EVM ഫലം പ്രതീക്ഷിക്കുന്നു. വേഗത്തിൽ 87 വോട്ടുകൾക്ക്. ഇപ്പോഴും 87 എന്നുള്ളത് തപാൽ വോട്ടുകളുടെ ലീഡ് നിലയാണ്. EVMന്റെ റിസൾട്ട് വന്നിട്ടില്ല ഇതുവരെ. പാലക്കാട് EVMന്റെ റിസൾട്ട് വന്നിട്ടില്ല. ആദ്യ റൗണ്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വയനാട്ടിൽ 7000 കടന്നിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി 7011 വോട്ടുകൾ. ഇപ്പോൾ പാലക്കാട് 27ആയി. തപാൽ വോട്ടുകളിലും വലിയൊരു മേധാവിത്വം പുലർത്തുവാനായിട്ട് C കൃഷ്ണകുമാറിന് കഴിയുന്നില്ല. ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ഒരു തവണ മാത്രമേ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയുള്ളൂ. 1414 വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ ഉള്ളത് UR പ്രദീപിന് ചേലക്കരയിലാണ്. അത് ആദ്യ റൗണ്ട് EVM എണ്ണി തുടങ്ങിയപ്പോൾ ഉള്ള ലീഡ് നിലയാണ്. പക്ഷെ പാലക്കാട് തപാൽ വോട്ടുകളിലും കഴിഞ്ഞ തവണത്തെ അതേ മേധാവിത്വം, കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ ആ മേധാവിത്വം ഇപ്പോൾ ഇല്ല. 27 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ C കൃഷ്ണകുമാറിന് പാലക്കാടുള്ളത്. പക്ഷെ ആദ്യ റൗണ്ട് EVM എണ്ണാൻ എടുക്കുമ്പോൾ എത്രയായിരിക്കും ലീഡ് കിട്ടുക? ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടക്ക സമയത്ത് തപാൽ വോട്ടുകളിൽ കാണാൻ കഴിയുന്നുണ്ട് പാലക്കാട് അല്ലേ? പാലക്കാട് വളരെ പ്രകടമാണ്. തപാൽ വോട്ടുകളിൽ തന്നെ ആ മത്സര സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. കാരണം തപാൽ വോട്ടുകൾ സാധാരണ അങ്ങനെ ചാഞ്ചാടാറില്ല. ഇത് ഇത്തവണ മാറിയിട്ടുണ്ട്. അതൊരു ട്രെൻഡ് സൂചനയാണോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു പക്ഷേ പാലക്കാടിന്റെ ഫലമറിയാൻ കണ്ണാടി എണ്ണുന്നവരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതാണ് പാലക്കാട് നൽകുന്ന സൂചന. പാലക്കാട് ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സരിൻ ഇപ്പോഴും 3ാം സ്ഥാനത്താണ്. സരിന്റെ ആത്മവിശ്വാസം അമിതമായി പോയോ എന്നുള്ള സംശയമുണ്ട്. തപാൽ വോട്ടുകളിൽ LDF പരമ്പരാഗതമായി നേടുന്ന ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ പാലക്കാട് അത് സംഭവിക്കാറില്ല. ഇത്തവണയും പാലക്കാട് BJPക്കാണ് ആ എഡ്ജ് തപാൽ വോട്ടുകളിൽ കിട്ടിയിരിക്കുന്നത്.
ആദ്യ റൗണ്ടിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ചേലക്കരയിൽ 1810 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിൽ എന്ന് പറയുമ്പോൾ അവിടെ EVM റിസൾട്ട് വന്നു തുടങ്ങി. വരവൂർ പഞ്ചായത്തിലെ ആദ്യ 14 ബൂത്തുകളാണ് ആദ്യം എണ്ണുന്നത്. അതെ, പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പറയുമ്പോൾ അവിടെ ജയിച്ചതാരെന്നത് മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് 130 അവിടെ തപാൽ വോട്ടുകൾ സാവധാനമാണ് എണ്ണുന്നത്. ചേലക്കര പോലെ സ്പീഡില്ല. ചേലക്കരയിൽ എനിക്ക് തോന്നുന്നു 5 ടേബിളുകൾ ഉണ്ടായിരുന്നു. പാലക്കാട് PRD പറഞ്ഞത് 2 ടേബിളുകളിലായിട്ടാണ് തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളും എണ്ണുന്നത് എന്നാണ്. അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും തപാൽ